വ്യക്തികളിൽ നിന്നാണ് പലപ്പോഴും നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതി ഉണ്ടാവുന്നത്. നമ്മളിപ്പോൾ കേരളത്തിൻ്റെ കാര്യം തന്നെ നോക്കിയിട്ടുണ്ടെങ്കിലും ധാരാളം ആൾക്കാർ പ്രവാസികളായിട്ടിരിക്കുകയും അവിടുന്ന് വിദേശ നാണയം നമുക്ക് നേടിത്തരികയും ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ കേരളത്തിനുണ്ടായ പുരോഗതിയും ഇവിടെയുള്ള സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിന് ഉണ്ടായ മാറ്റവും നമുക്ക് അറിയാവുന്നതാണല്ലോ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന ഇവർ സമ്പാദിക്കുന്ന തുക എങ്ങനെ നിക്ഷേപിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പലപ്പോഴും നിക്ഷേപങ്ങൾ നമുക്കെന്തെങ്കിലും സമ്പാദ്യമായി കിട്ടുന്നു. അതിൻ്റെ അകത്ത് നിന്ന് എന്തെങ്കിലും ഒരു തുക മാറ്റിവെക്കുന്നു. ആ രീതിയിലേക്കാണ് പലപ്പോഴും നമ്മൾ പോകുക. അപ്പോൾ അങ്ങനെ പോകുന്നതിന് പകരം അതിനെ ഒന്ന് സ്ട്രക്ചേർഡ് ആക്കിയിട്ട് നമ്മളേതായ രീതിയിൽ ഒന്ന് പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും കൂടുതലായിട്ടുള്ള നമ്മുടെ വിഷസ് ഒക്കെ നമുക്ക് യഥാസമയം നമുക്ക് സഫലീകരിക്കാനായിട്ട് സാധിക്കും. ഉദാഹരണമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളൊരു വീട് വെക്കണം. വീട് വെക്കുമ്പോൾ പലപ്പോഴും നമ്മൾ ആലോചിക്കുന്നത് ആ സമയത്ത് ഒരു വീട് വെക്കുക, ആ സമയത്ത് ഫണ്ട് അറേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ ലോണിനെ ഡിപ്പെൻഡ് ചെയ്യുക ഇതാണ്. ഇതിനു മുമ്പ് തന്നെ നമുക്ക് എന്തായാലും ഈ ഒരു ഗോൾ അല്ലെങ്കിൽ ഈ ഒരു ലക്ഷ്യം ഉണ്ടെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ നേരത്തെ തന്നെ മുൻകൂട്ടി അതിനുള്ള തുക കണ്ടെത്തി അതിനുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വലിയൊരു കടബാധ്യതകളിൽ നിന്ന് മാറി നിന്ന് നമുക്ക് നമ്മുടെ സ്വന്തം ഫണ്ട് കൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെയുള്ള ലക്ഷ്യങ്ങളിലേക്ക് എത്താൻ പറ്റും. നിക്ഷേപം എത്ര നേരത്തെ സ്റ്റാർട്ട് ചെയ്യുന്നോ അതിനനുസരിച്ച് നമുക്ക് അതിൻ്റെതായ രീതിയിലുള്ള ഒരു തുക സമാഹരിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് അത് കിട്ടുന്നത്. പലപ്പോഴും നമ്മൾക്ക് എന്താ വെച്ചാൽ സാമ്പത്തിക ബാധ്യത വരുന്നത് കൊണ്ട് പലപ്പോഴും നിക്ഷേപത്തിലേക്കുള്ള ഫണ്ട് പലപ്പോഴും മാറ്റിവെക്കാനായിട്ടുണ്ടാവില്ല. അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും കടബാധ്യത അല്ലെങ്കിൽ അതിന് വരുന്ന തുക നമ്മൾ അടച്ചുകൊണ്ടിരിക്കാനുള്ള ടൈം മാത്രമേ ഉണ്ടാവുള്ളൂ. അതിൻ്റെ തിരിച്ചടവ് തുക കണ്ടെത്തുക, അതിനുള്ള ചെയ്യുക, പുതിയൊരു ഗോൾ വരുമ്പോൾ അതിനുള്ള വീണ്ടും ലയബിലിറ്റിയിലേക്ക് പോവുക, ഇതിനൊക്കെ പറ്റത്തുള്ളൂ. അതേസമയം നമ്മളൊരു കറക്റ്റായിട്ടൊരു സാമ്പത്തിക ആസൂത്രണം നടത്തി ശരിയായ ഒരു സാമ്പത്തിക വിദഗ്ധൻ്റെ സഹായത്തോടെ തന്നെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെതായ രീതിയിലുള്ള ഒരു കറക്റ്റായ സമയത്ത് നമുക്ക് നിക്ഷേപത്തിനുള്ള തുക കണ്ടെത്താനും അതനുസരിച്ച് നമ്മളെ ജീവിത ലക്ഷ്യങ്ങൾ സഫലീകരിക്കാനും നമുക്ക് സാധിക്കും. പലപ്പോഴും നമ്മൾ സാമ്പത്തിക കാര്യത്തിലേക്ക് വരുമ്പം പലപ്പോഴും വിട്ടുപോകുന്ന കാര്യമാണ് എമർജൻസി ഫണ്ടോ അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് ഫ്യൂച്ചറിൽ എന്തെങ്കിലും ക്രൈസിസ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനൊരു ഫണ്ട് കണ്ടെത്തുക എന്നുള്ളത്. കോവിഡ് പോലെയുള്ള മഹാമാരികൾ വരുന്ന സമയത്ത് അല്ലെങ്കിൽ വാർ ഈ സമയത്തൊക്കെ നമ്മൾ ഒരു തുക സമാഹരിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്യൂച്ചറിലേക്ക് നമുക്ക് ആ ലിവിങ് എക്സ്പെൻസ് 2-3 മാസത്തേക്കുള്ള ലിവിങ് എക്സ്പെൻസ് നമുക്ക് കറക്റ്റായിട്ട് മാനേജ് ചെയ്ത് പോകാൻ പറ്റും. ആ സമയം കൊണ്ട് ഒരു ജോലിയോ അല്ലെങ്കിൽ കാര്യങ്ങളോ നമുക്ക് കറക്റ്റായിട്ട് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിനകത്ത് ഒരു ക്ലിയർ ആയിട്ടൊരു എക്സാമ്പിളാണ് നമ്മൾക്ക് കോവിഡ് സമയത്തുണ്ടായ ഒരു 6 മാസത്തോളം നമുക്ക് ശമ്പളമില്ലാതെ ഇരുന്ന പല സെക്ടറുകൾ നമുക്ക് നേരിട്ടുണ്ട്. അവർക്കൊക്കെ എന്താ സംഭവിച്ചത്, അവരൊരു ലയബിലിറ്റിയോ അല്ലെങ്കിൽ ബാധ്യതകളോ എടുത്ത് വീണ്ടും അവർ പഴയ രീതിയിലേക്ക് തിരിച്ചു വന്നപ്പോൾ പോലും അവരുടെ സാമ്പത്തിക നില തിരിച്ചു എത്തിയില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പം ഇത് കറക്റ്റായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു എമർജൻസി ഫണ്ട് നമുക്കൊരു 3 to 6 മന്തിലേക്കുള്ള ഒരു എമർജൻസി ഫണ്ട് നമ്മൾ കണ്ടിജൻസി കാര്യങ്ങളൊക്കെ മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു എമർജൻസി ഫണ്ട് കറക്റ്റായിട്ട് നമുക്ക് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു നിക്ഷേപമായിട്ടല്ല, അതൊരു നമ്മുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നമുക്ക് ഫ്യൂച്ചറിലേക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മാർഗ്ഗമായിട്ട് നമുക്ക് ഒരു എമർജൻസി ഫണ്ട് നമുക്ക് കീപ്പ് ചെയ്യാം. അതുപോലെ തന്നെ പലപ്പോഴും വരുന്നതാണ് മെഡിക്കൽ കോസ്റ്റ് ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു കുടുംബത്തിലെ ഒരു വ്യക്തി ഒരു ഹോസ്പിറ്റലിലോ ഒക്കെ ഒന്ന് കിടക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ പലപ്പോഴും ആ കുടുംബത്തിൻ്റെ സാമ്പത്തിക അടിത്തറ തന്നെ മോശമാകുന്ന സിറ്റുവേഷൻസ് ഉണ്ടാകാറുണ്ട്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനായിട്ട് നമുക്ക് യഥാസമയം ഹെൽത്ത് ഇൻഷുറൻസ് പോലുള്ള കാര്യങ്ങൾ എടുക്കുക. അതുപോലെ തന്നെ വ്യക്തിയുടെ അഭാവത്തിൽ അവരെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ലൈഫ് ഇൻഷുറൻസ് എടുക്കുക. ഇങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്താൽ തന്നെയും നമ്മുടെ സാമ്പത്തിക നില വളരെയധികം മെച്ചപ്പെട്ട് നിൽക്കുന്നതായിട്ട് അറിയാൻ പറ്റും. നമ്മൾ ഈ വ്യക്തികളിൽ നിന്ന് തന്നെയാണ് ഇപ്പം നമ്മുടെ മൊത്തത്തിൽ നോക്കിയാൽ തന്നെ നമ്മൾ ഇൻഡസ്ട്രിയിൽ ഉണ്ടാകുന്ന ചില ക്രൈസിസും ഇതേപോലെ തന്നെയാണ്. വ്യക്തികൾക്കുണ്ടാകുന്ന ക്രൈസിസ് പോലെ ഇൻഡസ്ട്രിയിലും ക്രൈസിസ് ഉണ്ടാകുന്നു. അവിടെ അവർ പലപ്പോഴും നല്ലൊരു മാനേജ്മെൻറ്റോ അല്ലെങ്കിൽ അങ്ങനെയുള്ള രീതിയിൽ മാനേജ് ചെയ്തിട്ട് മുന്നോട്ട് പോകുന്നുണ്ടാകും. ചില സാഹചര്യങ്ങളിൽ നമുക്കത് സാധിക്കാത്ത സിറ്റുവേഷൻസും ആ കമ്പനികൾക്ക് ഇൻഡസ്ട്രികൾക്കൊക്കെ വരാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മളെ വ്യക്തികളുടെ കാര്യത്തിൽ വന്നിട്ടുണ്ടെങ്കിലും ഇങ്ങനെയുള്ള പല സിറ്റുവേഷൻസ് വന്നേക്കാം. മീൻസ് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്തത്.
പക്ഷേ നമ്മൾ അതിനൊരു പ്രൊട്ടക്ഷൻ എടുത്ത് മുന്നോട്ട് പോവുകയാണ് പലപ്പോഴും ചെയ്യുക. ഇപ്പോൾ ഇൻഡസ്ട്രിയിൽ ഉണ്ടാകുന്ന ചില ചേഞ്ചസുകൾ നമ്മുടെ സാമ്പത്തിക നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക നിലയെ തന്നെ നമ്മളെ ബാധിച്ചേക്കാം. ഈവൻ അത് വ്യക്തികളിലേക്ക് വന്നു കഴിയുമ്പം ഇപ്പം ഓഹരി നിക്ഷേപങ്ങളിലേക്ക് ആണ് വന്നിരിക്കുന്നതെങ്കിൽ അവർക്ക് പലപ്പോഴും അവരുടെയും ലോസുകളുണ്ടാകാം. യഥാസമയത്ത് നമുക്കത് വിറ്റഴിച്ച് പ്രോഫിറ്റ് ഉണ്ടാക്കാനുള്ള സാഹചര്യം ഉണ്ടാകാതെ വന്നേക്കാം. അപ്പം ഇതൊക്കെ എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളതാണ് ഒരു വ്യക്തി അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ അറിഞ്ഞിരിക്കാനായിട്ട് നമുക്ക് സ്വന്തമായിട്ട് ഇപ്പോൾ പലപ്പോഴും സമയമില്ലാത്ത ഒരു സിറ്റുവേഷനാണുള്ളത്. പലപ്പോഴും നമ്മുടെ ജോലി തിരക്കുകളിടയിൽ നമ്മുടെ സ്വന്തം സാമ്പത്തിക കാര്യങ്ങൾ മാനേജ് ചെയ്യാനായിട്ട് സമയം കണ്ടെത്താൻ സാധിക്കാത്ത സിറ്റുവേഷൻ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ മറ്റൊരാളുടെ സഹായത്തോടെ അല്ലെങ്കിൽ അങ്ങനെ സർവീസ് കൊടുക്കുന്ന സഹായത്തോടെ തന്നെ ഇത് അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അപ്പം ഇത് എങ്ങനെ മുന്നോട്ട് ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കിട്ടുന്ന വരുമാനമുണ്ട്. വരുമാനം അത് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നാളത്തേക്ക് വേണ്ടി ചിന്തിക്കേണ്ട, അല്ലെങ്കിൽ ഇന്നത്തെ മുന്നോട്ട് പോകാമെന്ന് വിചാരിച്ചാൽ പോലും നാളെ എന്നുള്ളൊരു കാര്യം മുന്നിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ അതിനെക്കുറിച്ചും കൂടെ ഒന്ന് കൺസേൺ ആയിരിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള നിക്ഷേപങ്ങളും നമുക്ക് അനുയോജ്യമായ നിക്ഷേപങ്ങളും കണ്ടെത്തി മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് പലപ്പോഴും നമ്മുടെ നിക്ഷേപകർ സാധിക്കുന്നത് എന്താ വെച്ചാൽ ഒരു നിക്ഷേപത്തിൽ തന്നെ നിക്ഷേപിക്കുക, അല്ലെങ്കിൽ ആരെങ്കിലും ഒരു പ്രോഫിറ്റ് കിട്ടിയെന്ന് പറഞ്ഞ് ആ നിക്ഷേപത്തിൽ കൊണ്ടുപോയി ഇടുക. ഇതൊക്കെ പലപ്പോഴും പറ്റുന്ന തെറ്റുകളാണ്. ഇത് ചിലപ്പോൾ ഇത് അവർക്ക് അനുയോജ്യമായ നിക്ഷേപങ്ങളാണോ എന്നുള്ളത് നോക്കാതെയായിരിക്കാം പലപ്പോഴും കൊണ്ടുവരുന്നത്. ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോഴും ഈ ഓഹരി വിപണികളിൽ നല്ല നേട്ടം വന്ന സമയത്ത് ഒരുപാട് പേര് ഓഹരി വിപണിയിലേക്ക് കൊണ്ടുപോയി നിക്ഷേപിച്ചു. അവരെ മുഴുവൻ തുകയും നമ്മൾ അതിലേക്കാണ് നിക്ഷേപിക്കുന്നത്. അങ്ങനെ ചെയ്യുന്നതിന് പകരം അതിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് അവരെ പല പോർട്ട്ഫോളിയോകളായിട്ട് അല്ലെങ്കിൽ പല നിക്ഷേപങ്ങളൊക്കെ, ഇപ്പോൾ ഫിക്സഡ് ഡിപ്പോസിറ്റുകളോ അല്ലെങ്കിൽ നഷ്ടസാധ്യത കുറഞ്ഞ ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ടുകളോ അല്ലെങ്കിൽ ബോണ്ടുകൾ, അങ്ങനെയുള്ള പല നിക്ഷേപങ്ങളിലേക്ക് നിക്ഷേപിക്കുകയാണെങ്കിൽ അവർക്ക് കൂടുതൽ ഈ ഓഹരി വിപണിയിൽ ഉണ്ടാകുന്ന തകർച്ചയിൽ നിന്ന് ഒരു പരിധിവരെ രക്ഷപ്പെടാനായിട്ട് സാധിക്കുകയും ചെയ്യും. അതുതന്നെയല്ല, എന്തെങ്കിലും ഒരു ആവശ്യത്തിനൊരു തുക എടുക്കേണ്ടി വരുമ്പോൾ ഈ നഷ്ടസാധ്യത കുറഞ്ഞ നിക്ഷേപത്തിൽ നിന്ന് പിൻവലിക്കാനും, ഈവൻ നമ്മൾക്ക് ഗ്രാജുവലി നമ്മളെ ഓഹരി വിപണി മെച്ചപ്പെടുന്ന സമയത്ത് അതിൽ നിന്ന് ലാഭം എടുക്കാനും നമുക്ക് സാധിക്കും. അപ്പം ഇതിൻ്റെ നിക്ഷേപം എങ്ങനെ സമാഹരിക്കണം, അല്ലെങ്കിൽ എങ്ങനെ നിക്ഷേപിക്കണം എന്നുള്ളത് കൂടെ അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് യഥാർത്ഥത്തിലുള്ള ഒരു സാമ്പത്തിക സുരക്ഷിതത്വം ലഭിക്കുകയുള്ളൂ. ഇപ്പോൾ വിദേശ രാജ്യങ്ങളിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ അവർക്ക് ലിവിങ് എക്സ്പെൻസോ അല്ലെങ്കിൽ കുട്ടികളെ വിദ്യാഭ്യാസം എന്നിവയ്ക്കെല്ലാം തന്നെ ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. പക്ഷേ നമ്മുടെ രാജ്യത്തെ വികസിത രാജ്യങ്ങളിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് എന്താ സംഭവിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് മാത്രം ഫണ്ട് അലോക്കേറ്റ് ചെയ്യാനുള്ള സാഹചര്യം കുറവായിരിക്കും. അപ്പോൾ ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ തന്നെ നോക്കിയാൽ പെൻഷനായിട്ടും ജനക്ഷേമ പെൻഷൻസും കാര്യങ്ങളൊക്കെ നൽകുന്നുണ്ട്. പക്ഷേ അതിനൊക്കെ ഒരു ലിമിറ്റുണ്ട്. അത് പലപ്പോഴും സർക്കാരിന് വലിയൊരു ബാധ്യത ഉണ്ടാക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് വരുന്നത് അവർ ആ പെൻഷൻ ആ വ്യക്തികൾ തന്നെ ഉറപ്പുവരുത്തുന്ന രീതിയിലേക്ക് വരുന്ന പല സ്കീമുകളും ഗവൺമെൻറ് സ്കീമുകളും ഉണ്ട്. ഇപ്പോൾ NBS പോലെയുള്ള ഗവൺമെൻറ് സ്കീമുകളിലേക്ക് ഒരു നിശ്ചിത തുക ഇൻവെസ്റ്റ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പെൻഷൻ ആകുന്ന സമയത്ത് അതിനുള്ള ഒരു നല്ല രീതിയിൽ ജീവിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു ലിവിങ് എക്സ്പെൻസ് മീറ്റ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ളൊരു തുക നമ്മുടെ തന്നെ നിക്ഷേപത്തിൽ നിന്ന് കണ്ടെത്താൻ പറ്റും. അത് NBS എന്നുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോഡക്റ്റ് നമ്മുടെ കേന്ദ്ര സർക്കാർ നമുക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതാണ്. അതുപോലെ തന്നെ പല നിക്ഷേപങ്ങളിലും നമുക്ക് നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ തുക സമാഹരിച്ച് നമ്മുടെ വിരമിക്കുന്ന സമയത്ത് അതിന് ശേഷമുള്ള ജീവിതം നല്ല ആസ്വാദികരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഇപ്പോൾ നിക്ഷേപ രീതി തന്നെ പല രീതിയിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നേരത്തെ കൂടുതൽ ആളുകളും ആശ്രയിച്ചുകൊണ്ടിരുന്നത് ഫിക്സഡ് ഡിപ്പോസിറ്റുകളെ ഒക്കെ ആയിരുന്നു, അല്ലെങ്കിൽ വളരെ റിസ്ക് കുറഞ്ഞ ഏതെങ്കിലും പ്രോഡക്റ്റുകൾ, ചിട്ടി, അങ്ങനെയുള്ള കാര്യങ്ങളിലായിരുന്നു. ഇപ്പോൾ പുതുതലമുറ കൂടുതലും ഓഹരി അധിഷ്ഠിത നിക്ഷേപങ്ങളിലേക്കും മറ്റും മാറിക്കൊണ്ടിരിക്കുന്നു. ഇത് ചുമ്മാ ഒരു നിക്ഷേപം എന്നുള്ള രീതിയിൽ നിന്ന് മാറിയിട്ട് ചുമ്മാ കുറച്ച് പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ള നിന്ന് മാറിയിട്ട് അതിനൊരു നിക്ഷേപമായിട്ട് കണ്ടെങ്കിൽ മാത്രമാണ് നമുക്കൊരു ഫ്യൂച്ചറിലേക്ക് നല്ലൊരു ഗ്രോത്ത് അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആ ഒരു വ്യക്തിക്ക് ഉണ്ടാകത്തുള്ളൂ. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ ഒരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതെന്തിനാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അത് എത്ര നാളത്തേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അങ്ങനെ ഒരു ഫോക്കസോടുകൂടി കറക്റ്റായിട്ട് ഒരു പ്ലാനിങ്ങോടുകൂടി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ യഥാസമയം നമുക്ക് ആ പ്രോഫിറ്റ് വിഡ്രോ ചെയ്യാനും
അതല്ലേ നമുക്ക് ആവശ്യം വേണ്ട സമയത്ത് തുക യഥാസമയം വിനിയോഗിക്കാൻ വരും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ എക്സൽ കുറച്ചുകൂടി നമ്മുടെ പ്ലാനിങ്ങോട് കൂടി ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് പുതിയൊരു കാലഘട്ടത്തിൽ നമുക്ക് വേണ്ടത്. ഇപ്പോൾ കുറച്ച് പേര് മാറി. എന്താണ് ഫിക്സഡ് ഡിപ്പോസിറ്റുകളിലുള്ള ചെറിയ വളർച്ചയിൽ നിന്നും മാറിയിട്ട് കൂടുതൽ വളർച്ച കിട്ടാൻ വേണ്ടിയിട്ടാണ് ഓഹരിയാധിഷ്ഠിത നിക്ഷേപങ്ങളിലേക്ക് വരുന്നത്. അത് പലപ്പോഴും വലിയൊരു അതൊരു പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രമായിട്ടാണ് പലപ്പോഴും അത് ഉപയോഗിക്കുക. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുമ്പോൾ എന്താ വെച്ചാൽ പലപ്പോഴും അത് നഷ്ടത്തിലേക്ക്, ഒരു പ്ലാനിങ് ഇല്ലാതെ ചെയ്യുന്നതുകൊണ്ട് പലപ്പോഴും നഷ്ടത്തിലേക്ക് പോകാനുള്ള സാധ്യത അവിടെ കൂടുതലായിട്ടുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ദീർഘകാലം അതൊക്കെ മുൻകൂട്ടി കണ്ട് അതിനനുസരിച്ചുള്ള നിക്ഷേപം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഫ്യൂച്ചറിലേക്ക് നിങ്ങൾക്ക് നല്ലൊരു വെൽത്ത് ക്രിയേഷൻ ഉണ്ടാവുകയും അതനുസരിച്ച് ഫ്യൂച്ചർ ഗോൾസും നല്ലൊരു ജീവിതവും നമുക്ക് ലഭിക്കുകയും ചെയ്യും.